ഈ ഇൻഷുറൻസ് പോളിസികളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചിരുന്നു. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഇൻഷുറൻസ് പോളിസികൾ ഉണ്ട് ചിലത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മെയിനായിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ വരുമാനം വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലുള്ളവർക്ക്, സാമ്പത്തികമായി പിന്നോക്ക നിലയിൽ നിൽക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുണ്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്ററിൻ്റെ ജൻ ആരോഗ്യ യോജന എന്നുള്ളതാണ് ഈ സ്കീം. ഒരു ഫാമിലിയിൽ ആ ഫാമിലിയിൽ എത്ര പേര് ആയിക്കോട്ടെ, മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും ആ ഫാമിലിക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്കീമിലൂടെ അവർക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സ്കീമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലാതെ ഉള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പ്രൈം മിനിസ്റ്റർ ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്നത്. ഇത് ഫാമിലിയിലെ ഒരു മെമ്പറെ നമുക്ക് ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തതാക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനി ആരെയാണോ വെച്ചിരിക്കുന്നത് അവർക്ക് 2 ലക്ഷം രൂപ അവർക്ക് ലഭിക്കും. ഇതിനു വേണ്ടിയിട്ട് ഒരു വർഷം അടയ്ക്കേണ്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ. ഒരു വർഷം 450 രൂപയിൽ താഴെ മാത്രമേ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് മുഖേനയുള്ള മരണമോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ, പാർഷ്യൽ ഡിസബിലിറ്റിയോ ഫുൾ ഡിസബിലിറ്റിയോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 2 ലക്ഷം രൂപ വരെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്കീമുമുണ്ട്. അതിന് ഒരു വർഷം അടയ്ക്കേണ്ടുന്ന തുക എന്ന് പറയുന്നത് വെറും 20 രൂപ മാത്രമാണ്. ഈ 3 സ്കീമുകൾ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സ്കീമാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ടിംഗ് സെൻറ്റർ, അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുക്കാവുന്നതാണ്.